afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ആരാ prayer ചൊല്ലുന്നത്? prayer ആരാ? മാളവിക പറഞ്ഞ കുട്ടി പറഞ്ഞിരുന്നില്ലേ? ആ കുട്ടിയില്ലേ? നിത്യ ഇല്ല? നിത്യ പറഞ്ഞിരുന്നല്ലോ. ഹലോ, നിത്യനെ കാണുന്നില്ലല്ലോ. എന്നാ ഞാൻ തന്നെ പാടാം, വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. മാളവിക പറഞ്ഞ കുട്ടിയാണ് പറഞ്ഞിരുന്നത്. ആ കുട്ടി ഉണ്ടോ ഇതില്? ആരും റെസ്പോൺസ് ചെയ്യുന്നില്ല. കാണുന്നില്ല. പാട്ട് പാടിക്കോളൂ, prayer പാടിക്കോളൂ. ആ, വേറെ ആരെങ്കിലും റെഡി ആണെങ്കിൽ പാടിക്കോളൂ കേട്ടോ. ആരുമില്ല. ഞാൻ വേണമെങ്കിൽ പാടാം. ഞാൻ വേണമെങ്കിൽ പാടാം. ആ, പാടിക്കോളൂ. ഒരു മിനിറ്റ് കേട്ടാ, ഒറ്റ സെക്കൻഡ്. ഓക്കെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ വിദ്യാലയം എനിക്കു നിത്യവും വസിച്ചിടാൻ അത്രയും പ്രിയമാകാൻ നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ മാം. ഓക്കെ, സൈനിങ് ഞാനാണ് മാം, സൽമ. ഞാനൊരു ജീവിതകഥയാണ് പറയാൻ പോണത്. ആ പേന എവിടെയാ വെച്ചത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആരോ എന്നോട് എഴുതാൻ വാങ്ങിയതാണ്, തിരിച്ചു വാങ്ങാൻ മറന്നു. ഇങ്ങനെ സ്ഥിരമായി പേന നഷ്ടപ്പെടുത്തുന്ന ശീലം നമ്മിൽ പലർക്കും ഉണ്ട്. സ്ഥിരമായി പേന നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പരാതി പറയുന്ന ഒരു സുഹൃത്ത് JRD ടാറ്റയ്ക്കുണ്ടായിരുന്നു. അടിക്കടി പേന നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ആ സുഹൃത്ത് വില കുറഞ്ഞ പേനകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നഷ്ടപ്പെട്ടു പോയാലും പേടിക്കേണ്ടല്ലോ, വില കുറഞ്ഞതല്ലേ, അങ്ങനെയായിരുന്നു അദ്ദേഹം സമാധാനിച്ചിരുന്നത്. തന്റെ ദുശീലം മാറ്റിയെടുക്കാൻ എന്താണ് ഒരു പോംവഴി? അതിന്റെ ഉപായം പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം JRDയോട് ആവശ്യപ്പെട്ടു. സുഹൃത്തിന്റെ കൈകോർത്ത് പിടിച്ച JRD നഗരത്തിലെ വലിയൊരു മാളിലേക്ക് നടന്നു കയറി. ആ മാളിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ച മനോഹരമായ ഒരു പേന ചൂണ്ടി അത് വാങ്ങി കീശയിൽ കുത്താൻ ആവശ്യപ്പെട്ടു. ഒരു പരീക്ഷണം എന്ന നിലക്ക് JRDയുടെ ആ ഉപദേശം അദ്ദേഹം ശിരസാവഹിച്ചു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷമാണ് JRD ആ സുഹൃത്തിനെ കണ്ടുമുട്ടിയത്. അന്ന് മാളിൽ നിന്ന് വാങ്ങിയ അതേ പേന സുഹൃത്തിന്റെ പോക്കറ്റിൽ കണ്ടപ്പോൾ JRD ചോദിച്ചു, പേന നഷ്ടപ്പെട്ടു പോകുന്ന ശീലം ഇപ്പോഴുമുണ്ടോ? ഇപ്പോൾ ശ്രദ്ധാലുവാണ്. വില കൂടിയ പേനയായതുകൊണ്ട് ആർക്കും കൈവിട്ടു കൊടുക്കാറില്ല. ഓഫീസിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പേന കീശയിൽ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താറുണ്ട്. ഇത്ര പെട്ടെന്ന് ആ ശീലം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചിരുന്നില്ല, സുഹൃത്ത് മറുപടി പറഞ്ഞു. അപ്പോൾ JRD ഇങ്ങനെ പറഞ്ഞു, പേനയുടെ മൂല്യത്തിലാണ് മാറ്റമുണ്ടായത്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലല്ല. ഇതാണ് ജീവിതത്തിലും സംഭവിക്കുക. ഏറ്റവും വിലമതിക്കുന്ന കാര്യങ്ങളിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്താറുള്ളൂ. ഹാനികരമായ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാതെ, വ്യായാമം മുറ തെറ്റാതെ ചെയ്ത്, ഭക്ഷണ ക്രമീകരണം നടത്തി ആരോഗ്യം സംരക്ഷിക്കുന്നവൻ ആരോഗ്യത്തെ ഏറ്റവും മൂല്യവത്തായി കണക്കാക്കുന്നു. സമയനിഷ്ഠ പാലിക്കുന്നവനും സമയം നഷ്ടപ്പെടുത്താത്തവനും സമയത്തിന്റെ മൂല്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ നാം അശ്രദ്ധ കാണിക്കുന്നതിനർത്ഥം അതിന് നമ്മൾ വേണ്ടത്ര മൂല്യം കൽപ്പിക്കുന്നില്ല എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും, എന്റെ ഫ്രണ്ട്സിനെയും മൈൽഡും മാമിനെയും സ്വാഗതം ചെയ്യുന്നു. കോട്സ് ഞാനാണ് മാം, സബീന ആണ്. Children are like birds in a garden and should be carefully and lovingly nurtured.
as they are the future of the nation and the citizens of tomorrow. Jawaharlal Nehru. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻസ് ആണോ വല്ലതും? പ്രത്യക്ഷ ഇല്ലേ ഇവിടെ? പ്രത്യക്ഷനെ കണ്ടിട്ട് കുറച്ച് ദിവസമായാലോ? ഇല്ല, ജോയിൻ ആയിട്ടില്ല. ഓക്കെ, മാം അശ്വതി മിസ് എന്തെങ്കിലും ലീവാണ്? അശ്വതി മിസ് ഉണ്ട്, ജിഷ മിസ് ലീവാണ്. അപ്പൊ അതിന് പകരമാണ് ഞാൻ. അശ്വതി മിസ് അപ്പോ എഡിറ്റിംഗിലേക്ക് കയറും. ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഇല്ല. എല്ലാവരും വിശന്നാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. എല്ലാവരും എടുത്തോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല്? എന്താ മനസ്സിലായോ? ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്. കാഴ്ചപ്പാടുകൾ മാനസികമായി, ശാരീരികമായി, എല്ലാ തലത്തിലും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ. നോക്കാം, റിഡക്ഷൻ നോക്കി. ഇൻഡിവിജ്വൽ ഡിഫറൻസ് യൂണിറ്റ് 10. പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു. 77 അല്ലേ? നോക്കിക്കോളൂ കേട്ടോ. It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. No two individuals are similar, not even identical twins. Individuals differ in their intelligence, aptitude, interest, attitude, and other personality traits. These disparities between individuals that separates them from one another and make the one as the distinctive individual in oneself are termed as individual difference. Individual difference എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളില് മനുഷ്യൻ പരസ്പരം സാമ്യമുള്ളവനാണ്. എന്താണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ട് കൈകളുണ്ട്, രണ്ട് കാലുകളുണ്ട്, ഹെഡുണ്ട് അല്ലെ, രണ്ട് കണ്ണുകളുണ്ട്. അപ്പൊ കാണുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില കാര്യങ്ങളിൽ സാമ്യമുള്ളവനാണെങ്കിലും വേറെ ചില കാര്യങ്ങളിലായാലും അവരെ ഒരുമിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വിൻസ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്വിൻസിനൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരുപോലെ തോന്നാറുണ്ട് അല്ലെ. ചില കാര്യങ്ങളിൽ സാമ്യമുള്ളവരായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് ഉണ്ടാവാറില്ല. അവർക്കും അവരുടെ കാഴ്ചപ്പാടായാലും അവരുടെ ഇൻട്രസ്റ്റ് ആയാലും അവരുടെ ഇന്റലിജന്റ് ആയാലും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങള് സെപ്പറേറ്റ് എടുത്ത് നമ്മള് ഓരോ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവരില് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് വ്യക്തിഗത വ്യത്യാസമുണ്ട് നമ്മൾ ഓരോരുത്തർക്കും. എനിക്കായാലും അതുപോലെ അമ്പിളിക്കായാലും മുത്യക്കായാലും മുദ്ദാസിനായാലും എന്താണ് ഓരോരുത്തരെയും നമ്മൾ സെപ്പറേറ്റ് ആയി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിഗത വ്യത്യാസം ഇൻഡിവിജ്വൽ ഡിഫറൻസ് വളരെയധികം ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോ എന്റെ ഇന്റലിജൻസ് ആവില്ല അമ്പിളിക്കുള്ളത്, അല്ലെങ്കിൽ എന്താണ് അമ്പിളിക്ക് ഉള്ള കഴിവായിരിക്കില്ല ദീപ്തിക്കുള്ളത് അല്ലെ. അപ്പൊ ദീപ്തിക്കുള്ള കഴിവായിരിക്കില്ല ചിലപ്പോ അപർണയ്ക്കുള്ളത്. അപ്പൊ എല്ലാവരിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ പാരഗ്രാഫ്? അതിന്റെ കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? കുറച്ച് പോയിന്റ്സ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ക്യാൻ ബി ബ്രീഫ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. വ്യക്തിഗത വ്യത്യാസങ്ങള് എന്താണ് ഒരു ഡിഗ്രിയിൽ ഒന്നാണെങ്കിലും പല
തരത്തില് അല്ല, തരത്തില് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അത് മിസ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. വ്യക്തിഗത വ്യത്യാസം ആർ 1 ഡിഗ്രി, ഡിഗ്രിയിൽ ഒന്നാണെങ്കിൽ പലതരത്തില് വ്യത്യാസങ്ങളുണ്ട്. നോട്ട് വൺ ഓഫ് കൈൻഡ്. All persons do have common എന്താണ് ഹ്യൂമൻ ട്രൈറ്റ്സ്. ഹ്യൂമൻ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാനുഷിക സ്വഭാവങ്ങൾ കേട്ടോ. ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭാവങ്ങൾ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാട്ടോ. മാനുഷിക സ്വഭാവങ്ങൾ പലർക്കും എന്താണ്, എല്ലാ പേഴ്സൺസിനും കോമൺ ആയിട്ടുള്ള മാനുഷിക സ്വഭാവങ്ങൾ ഉണ്ട് അല്ലെ. But the amount and properties of such traits different from person that lead to uniqueness of the personality and behavior. പക്ഷേ ഓരോ എന്താണ് പല അല്ലെങ്കിൽ എല്ലാ പേഴ്സൺസിനും കോമൺ ആയിട്ടുള്ള മാനുഷിക സ്വഭാവങ്ങളുണ്ട്. പക്ഷെ പല എമൗണ്ടിലായിരിക്കും അല്ലെ. എമൗണ്ടില് വ്യത്യാസങ്ങളുണ്ട്, പലതരത്തില് വ്യത്യാസങ്ങൾ. ഓരോ രണ്ടാളെടുത്ത് നോക്കുമ്പോൾ അവർക്ക് എന്താണ് പലതരത്തിലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ രണ്ടാൾക്ക് പാടാനായിട്ട് കഴിവുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് അമ്പിളി വേദിക അമ്പിളി പാട്ട് പാടും. അമ്പിളി പാട്ട് പാടുമ്പോ നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഒന്ന് ആസ്വദിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ചിലപ്പോ അങ്ങനെ ചിലപ്പോ അപർണ പാട്ട് പാടുമ്പോ അത്തരത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ചിലപ്പോ ക്വാളിറ്റി കുറവായിരിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? അല്ലെങ്കിൽ KS ചിത്രനെ എടുക്കാം നമുക്ക്. ചിത്ര എന്താണ് വാനമ്പാടിയാണല്ലേ. ഓക്കെ, അപ്പോ അവര് പാട്ട് പാടുമ്പോൾ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് നല്ല ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ വിജയ് യേശുദാസ്, അപ്പൊ അദ്ദേഹവും പാട്ട് പാടും. പക്ഷെ എന്താണ് രണ്ടുപേരിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് അല്ലെ. പാട്ട് പാടുമ്പോ ഉണ്ടോ? ഉണ്ട്. വ്യത്യാസം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട്. So the concept of individual difference means the quantitative difference found among the individual in respect of the specific traits or various traits. അപ്പൊ എന്താണ്? വിവിധ സ്വഭാവ സവിശേഷതകളുടെ പ്രത്യേക സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഹലോ, ആർക്കെങ്കിലും ഇങ്ങനെ വീഡിയോ ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ക്ലിയർ ആവാത്തുണ്ടോ ആർക്കെങ്കിലും? എന്റെ പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ക്ലിയർ ആണല്ലേ. ഇപ്പൊ അമ്പിളിയുടെ പ്രശ്നമായിരിക്കും കേട്ടോ. നെറ്റിന്റെ വല്ല പ്രശ്നമായിരിക്കും. റേഞ്ച് പോകുന്നുണ്ടാവും. അവിടെ പറയുന്നത് വിവിധ സ്വഭാവ സവിശേഷതകളുടെ പ്രത്യേക സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തികൾക്കിടയിൽ കാണപ്പെടുന്ന അളവിലുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് 1 ഓഫ് ഡിഗ്രി, നോട്ട് 1 ഓഫ് കൈൻഡ്. ഡിഗ്രിയില് ഒന്നാണെങ്കിലും പല തരത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് പാട്ട് പാടാൻ അറിയാം. പാട്ട് പാടാൻ അറിയാം. ബാത്റൂമിൽ പോലും മൂളിപ്പാട്ട് പാടാത്ത ആരും ഉണ്ടാവില്ലല്ലേ. ആണോ? നമ്മളൊക്കെ ബാത്റൂമിൽ വെച്ച് പാടുന്ന ആൾക്കാരാണല്ലേ. പാടാറുണ്ടോ നിങ്ങള്? കുളിക്കുമ്പോഴൊക്കെ പാടാത്തവരില്ല, ആരുമില്ല, ആരും ഉണ്ടാവില്ല. മൂളിപ്പാട്ടെങ്കിലും പാടാത്തവരുണ്ടാവില്ലല്ലോ. നമ്മുടെ ക്ലാസ്സിൽ പാട്ട് പാടുന്നവരില്ലേ? ആരും പാടില്ല. ടീച്ചർ എല്ലാരെയും കൊണ്ട് പാടിച്ചതാ. ശ്രദ്ധിച്ച് പാടിച്ചിട്ടുണ്ട്. എല്ലാരും പാടാറുണ്ട്. പാടാറുണ്ട് അല്ലെ. പക്ഷെ എന്താണ് പലതരത്തിലുള്ള ഒരു നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ 1 ഓഫ് ദ ഡിഗ്രി, നോട്ട് 1 ഓഫ് കൈൻഡ്. ഇനി അതിൽ പറയുന്നത് നോക്കിയേ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ? ഇല്ല, കേട്ടിട്ടില്ല ആരും. ഓക്കെ, സോ പറഞ്ഞു തരാം കേട്ടോ.
all measures of traits that contribute to individual preference tend to distribute themselves as per the law of normal probability curve. അപ്പൊ നോർമൽ പ്രോബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കണക്കുന്നുണ്ട്. ഓക്കെ, നോർമൽ പ്രോബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അളക്കുന്ന മെഷർമെന്റിനെയാണ് നമ്മൾ നോർമൽ പ്രോബിലിറ്റി കർവ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അവിടെ നിന്ന് എഴുതി വെച്ച് നോർമൽ പ്രോബിലിറ്റി കർവ് എന്ന് ഹെഡിങ് കൊടുക്കാം. പറയുന്നത് അവിടെ എഴുതി വെക്കാം കേട്ടോ. നോർമൽ പ്രോബിലിറ്റി കർവ് ഹെഡിങ് കൊടുക്കാം. കൊടുത്തോ ഹെഡിങ്? മിസ് പറയട്ടെ. It is also known as bell curve, bell curve, bell, B-E-L-L, B-E-L-L, bell curve, or is also known as bell curve or symmetric curve. S-Y-M-M-E-T-R-I-C, symmetric curve. S-Y-M-M-E-T-R-I-C, symmetric curve. It is also known as bell curve or symmetric curve that represent the probability distribution. The probability distribution. It is also known as bell curve or symmetric curve that represent the probability distribution. Normal probability curve എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അളക്കുന്നതിനുള്ള മെഷർമെന്റ് ആണ്. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അളക്കുന്നതിനുള്ള മെഷർമെന്റ് ആണ് നോർമൽ പ്രോബിലിറ്റി കർവ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. ഇല്ല പറയുന്നില്ല. എടുത്തവരെല്ലാവരും ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഓക്കെ, വായിച്ചു നോക്കിയാ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ട്രെയ്റ്റ്സ്. നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ നമ്മള് അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അളക്കുന്നതിനുള്ള മെഷർമെന്റ് ആണ് നമ്മൾ പറഞ്ഞത് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് നോക്കിയേ, exist both the inter-individual and intra-individual difference ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി സെക്കൻഡ് പറയുന്നത് exist both inter-individual and intra-individual difference. ഓക്കെ, നിങ്ങള് individual not only differ among themselves with regard to specific traits, but the difference may also be noticed within the same individual when he is studied in the respect of various traits. എന്താ പറയുന്നത്? വ്യക്തിഗത വ്യത്യാസത്തിന്റെ നെക്സ്റ്റ് ആണ് പറയുന്നത് കേട്ടോ, ഇൻട്രാ ആൻഡ് ഇന്റർ ഡിഫറൻസ് അല്ലെ. ഓക്കെ, ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇപ്പോ ഞാനിപ്പോ നിങ്ങളെ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ, ടീച്ചറാണ് നിങ്ങളുടെ. അപ്പൊ എന്താണ്, ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോ എനിക്ക് എന്ത് സ്വഭാവമായിരിക്കും? ഒരാൾക്ക് നമ്മൾ പറയാറുണ്ടല്ലേ രണ്ട് സ്വഭാവം ഉണ്ടെന്ന്, ഇല്ലേ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് ഒരു സ്വഭാവമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടില് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോ എങ്ങനെയായിരിക്കാം? ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയാണോ നിങ്ങൾ പെരുമാറാറ്? നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഓരോരുത്തർക്കും പുറത്ത് നമ്മൾ പറയാറുണ്ട്, ഒരാൾക്ക് ഉള്ളിലുള്ള സ്വഭാവം അതുപോലെ തന്നെ പുറമെ കാണിക്കുന്ന സ്വഭാവം വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരാൾക്ക് രണ്ട് സ്വഭാവങ്ങളാണ് ഉണ്ടാവാറ് അല്ലെ, പറയാറുണ്ട്. പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലെ, ഓരോരുത്തരെ പറ്റിയിട്ട്. ഇല്ലേ, കേട്ടിട്ടില്ലേ നിങ്ങള്? അയ്യോ, ശുദ്ധിയുള്ള ആൾക്കാർ പാവങ്ങൾ കേട്ടിട്ടില്ല. ചിലപ്പോ നമ്മളെ തന്നെ പറയാം, കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ ഹസ്ബൻഡ് ആയാലും പറയുമ്പോ എനിക്ക് രണ്ട് സ്വഭാവമാണ് അല്ലെ, പുറത്ത് പോകുമ്പോ വേറൊരു സ്വഭാവം, അകത്ത് വേറൊരു സ്വഭാവം പറയാറുണ്ടാവും, കേട്ടിട്ടുണ്ടാവും ചിലര്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. There exist both the inter-individual and intra-individual difference. ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും. ഒരു വ്യക്തിക്ക് നമ്മൾ നോക്കുമ്പോ ഉള്ളിൽ വരെ സ്വഭാവം, പുറത്ത് അവൻ കാണിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാല് ഡിഫറൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ inter-individual and intra-individual difference. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം. ഓക്കെ, എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. മാളവിക കയറിയിട്ടുണ്ടോ? ജോയിൻ ആയിട്ടുണ്ടോ? ആ കുട്ടിക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇത്തിരി നേരം ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടായത് കേട്ടോ. ജോയിൻ ആയിട്ടുണ്ടോ മാളവിക? ഇല്ല, ആ കുട്ടിക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ രണ്ട് മാളവിക ഉണ്ടാവും. അറിയോ നിങ്ങൾക്ക്? അറിയില്ല മാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ ഇനി നമ്മള് സെക്കൻഡ് പോയിന്റ് പറയുകയാണ്, എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അപ്പൊ വ്യക്തിഗത വ്യത്യാസത്തില് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണ് നോക്കാട്ടോ. നോളജ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓഫ് പീപ്പിൾസ് is of enormous significance to the teacher. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മള് കുട്ടികളുടെ അല്ലെ, വിദ്യാർത്ഥികളുടെ നമ്മുടെ വ്യക്തിഗത വ്യത്യാസത്തെ കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ നമ്മൾ നോക്കുമ്പോ, നമ്മുടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ് അല്ലെ, പല തരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് എന്താണ് പല തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവും അല്ലെ.
ആറ്റിറ്റ്യൂഡിലായാലും ഇൻട്രസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഇന്റലിജൻസിലായാലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വ്യത്യാസത്തെ കുറിച്ചുള്ള അറിവ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അധ്യാപകൻ അറിഞ്ഞിരിക്കണം ആർക്കൊക്കെയാണ് ഏതിനൊക്കെയാണ് കഴിവുള്ളത്, ഇവൻ ഏതിനാണ് കഴിവ്, അല്ലെങ്കിൽ ഇവന് എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ട്, ഇവന് എത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇവന് എത്രത്തോളം ഇൻട്രസ്റ്റ് ഏത് കാര്യത്തിനോടാണുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അധ്യാപകന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് എ ഇൻഡിവിജ്വൽ ഡിഫറൻസ് among people are rudimentary to providing each and every people with apt educational experience geared to his potential, his interest and experiential background. നമ്മള് ഇപ്പൊ എന്താണ് ഓരോ കുട്ടികളുടെയും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ക്രിയേറ്റിവിറ്റി വേറെ ആയിരിക്കാം അല്ലെ, പലതരത്തിലുള്ള കഴിവുകളാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന കുട്ടികൾക്കുള്ളത്. അപ്പോ അങ്ങനെ ഓരോരുത്തർക്കും നമ്മള് എന്താണ് നോക്കിയത്, നെക്സ്റ്റ് സെന്റൻസ് നോക്കിക്കോളൂ കേട്ടോ. ദ ഡെമോഗ്രാഫിക് അപ്രോച്ച് ദ എഡ്യൂക്കേഷൻ anticipate the equal educational opportunity for all. നമ്മുടെ ഡെമോഗ്രാഫിക് കൺട്രി ആണ് അല്ലെ, ഡെമോഗ്രാഫിക് അപ്രോച്ച് പ്രകാരം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി അല്ലെ, എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് അവസരങ്ങൾ നമ്മൾ കൊടുക്കണം അല്ലെ, എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള എന്താണ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോ അവന് എഡ്യൂക്കേഷണൽ പരമായിട്ട് എന്തൊക്കെ കഴിവുകളുണ്ട്, പഠിക്കാനുള്ള കഴിവുകളുണ്ടോ, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് നോക്കി മനസ്സിലാക്കേണ്ടത് ടീച്ചേഴ്സിന്റെ ഒരു എന്താണ് പ്രാധാന്യമുള്ള ഒരു ഘടകം തന്നെയാണ്. ടീച്ചേഴ്സ് നോക്കി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മള് ഈ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും പഠിക്കാം അല്ലെങ്കിൽ എന്താണ് 10ാം ക്ലാസ് വരെ പഠിപ്പ് കൊടുക്കുന്നതല്ല നമ്മളെ എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഏത് നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അവനെ ഏതിലാണോ ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പൊ ചിലവർക്ക് ഫ്ലവർ മേക്കിങ്ങിലായിരിക്കാം ഇൻട്രസ്റ്റ്, ചിലപ്പോൾ അധികം പഠിപ്പുണ്ടാവില്ല, ആവറേജ് ആയിരിക്കാം പഠിക്കുന്നത്, ചിലപ്പോൾ പാട്ട് പാടാനായിട്ടുള്ള കഴിവുണ്ടാവാം, ചിലപ്പോൾ എന്താണ് പടം വരയ്ക്കാം, ചിലപ്പോൾ ഡാൻസ് കളിക്കുന്നതായിരിക്കാം കഴിവ്. അങ്ങനെയുള്ള ഓരോ പൊട്ടൻഷ്യാലിറ്റീസും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ അവസരങ്ങൾ അവന് കൊടുക്കേണ്ടത്. അപ്പോ അവരിൽ നിന്ന് കിട്ടുന്ന നമ്മള് ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കി അവന് കുറെ അവസരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവനിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എങ്ങനെയായിരിക്കാം പറയാൻ പറ്റുമോ? അവന്റെ കഴിവ് നോക്കി അവന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവന് ഏതിലാണോ പൊട്ടൻഷ്യാലിറ്റി കൂടുതൽ അത് നോക്കി നമ്മള് അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോ അവനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്കം, അവൻ തിരിച്ചു തരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? എങ്ങനെയായിരിക്കാം? എന്തൊക്കെ വിശക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്നല്ലേ ചോദിച്ചത്? കുട്ടിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എങ്ങനെയായിരിക്കാം? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു കുട്ടിയുടെ കഴിവനുസരിച്ചിട്ട് അവന്റെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണോ ആ കുട്ടിക്ക് കിട്ടുന്നതാണോ? കിട്ടുന്നത് എന്തായിരിക്കാം? അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കിട്ടുന്നത് എന്തായിരിക്കാം? ടീച്ചേഴ്സിന്റെ പ്രാധാന്യമാണല്ലോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കാം? ടീച്ചേഴ്സുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ ടീച്ചേഴ്സിനായിരിക്കാം ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യാലിറ്റി അറിയാൻ പറ്റുന്നത് അല്ലെ, ഇതിനോടാണ് അവന് താല്പര്യം കൂടുതൽ, ഇൻട്രസ്റ്റ് കൂടുതൽ എന്നുള്ളത് ടീച്ചേഴ്സിന് അറിയാൻ പറ്റും. അപ്പൊ അത് നോക്കി അങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുമ്പോ അവരിൽ നിന്ന് എങ്ങനെയുള്ള ഔട്ട്കം കിട്ടും? നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട്കം ആയിരിക്കില്ലേ കിട്ടുന്നത്? ആണോ? അതെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
അല്ലാതെ 10ാം ക്ലാസ് വരെ എല്ലാവർക്കും പഠിപ്പ് കൊടുക്കുക എന്നല്ല. അവന്റെ ഓരോ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കി ഏതിനാണോ അവന് ഇൻട്രസ്റ്റ് കൂടുതൽ, അവന്റെ മനോഭാവം എങ്ങനെയാണ്, അവന്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും അവന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവനിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഗുഡ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും കിട്ടുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കുക. ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഡസ് നോട്ട് inevitably mean the same education opportunity that may really promote greater inequality. Rather, it is the best education for each child. There is nothing so unlike the equal treatment of unequals. Pedocentric education. This sentence no we go. Pedocentric education make proper arrangement of a child's education, analyzing the peculiar nature and special abilities. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലായാലും അതുപോലെ തന്നെ CBSE-യിലൊക്കെ എങ്ങനെയുള്ള ഒരു എന്താണ് എഡ്യൂക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റുമോ? കൂടുതൽ വർക്കുകളൊക്കെ അവരെ കൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് അവർക്ക് ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെ, ലേണിംഗ് ബൈ ഡൂയിങ്, അവര് തന്നെ ചെയ്ത് പഠിക്കുന്ന ഒരു ആക്ടിവിറ്റിയിലൂടെ ചെയ്ത് പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പെഡഗോഗിയാണ് ഇപ്പോ എല്ലാ സ്കൂൾസും ഫോളോ ചെയ്യുന്നത് അല്ലെ. അവര് തന്നെ കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവര് തന്നെ പഠിക്കുന്ന ഒരു ഇതാണ്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിച്ച ആ പുസ്തകങ്ങൾ അങ്ങനെ തന്നെ പണ്ട് ടീച്ചർ എന്താ പറയുക ഇപ്പോ ടീച്ചേഴ്സ് എന്താണ് സാഗർ എന്താ പറഞ്ഞ? ടീച്ചർ ബേസ്ഡ് ആയിരുന്നു പണ്ട്. ലെക്ചർ മെത്തേഡ് ആണ് യൂസ് ചെയ്തിരുന്നത്. ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരും, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കാം, നമ്മളത് കാണാൻ പഠിക്കാം ഇല്ലേ? അങ്ങനെയാണ്. ഇപ്പോ ഗ്രൂപ്പ് ആക്ടിവിറ്റികള്, സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം, സംവാദാത്മക പഠനം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ. അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവരെ ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ നടക്കുന്നത്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. ഇപ്പോ എല്ലാ സ്കൂളുകളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്നത് പെഡോസെൻട്രിക് അല്ലെ ആക്ടിവിറ്റിയിലൂടെ അവര് തന്നെ കുട്ടികളെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് അവര് തന്നെ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനലൈസിംഗ് ദ പെക്യൂലിയർ നേച്ചർ or special abilities and the demographic country, every individual has the right to attain the. അപ്പൊ എങ്ങനെയുള്ള ഡെമോഗ്രാഫിക് കൺട്രീസിൽ നല്ല രീതിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽസ് എന്താണ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികൾക്കും അവരുടെ ഇൻട്രസ്റ്റ്, ടേസ്റ്റ്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ഏതിനാണോ അവന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോ പഠിക്കാനായിട്ട് അത്ര ഇതുണ്ടാവില്ല, ആവറേജ് ആയിരിക്കാം അവൻ പഠിക്കുന്നത്, പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ എന്താണ് അവന് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കാം. അവന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എന്തിനാണോ നോക്കി മനസ്സിലാക്കി അതിന് നമ്മള് എന്ത് കൊടുക്കാം? ട്രെയിനിങ് അല്ലെ പല ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി ഒന്ന് മനസ്സിലാക്കിയാൽ മതി അതിനാണ് കേട്ടോ. ഇനി ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നോക്കണോട്ടോ. ഇവിടെ ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഓരോരുത്തരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം മിസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞാ? ഓക്കെ, മനസ്സിലായോ മുംതാസ്? ആ ഓക്കെ, എന്താ മനസ്സിലായ മുംതാസിന്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രൈറ്റ്സ്. അതായത് ഒന്ന് വായിച്ചു മനുഷ്യൻ പറയും. വായിക്കാം. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ? Human beings are found different from each other and among themselves in the following dimension. അതായത് മനുഷ്യൻ പരസ്പരം വ്യത്യാസങ്ങളിൽ പെടുന്നത് കാരണങ്ങളാണ് താഴെ പറയണത്. ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രൈറ്റ്സ്, ശാരീരിക സ്വഭാവങ്ങളിലുള്ള വ്യത്യാസം. Individuals vary in height, weight, color of skin, color of eye and hair, size of hands and size of mouth and nose, facial expression, mannerism of speech and walk, hairstyle, etc. അതായത് ഉയരം, ഭാരം, ചർമ്മത്തിന്റെ നിറം, കണ്ണുകളിലെ മുടിയുടെ ഘടന, കൈകളുടെയും വായുടെയൊക്കെ മൂക്കിന്റെ വലിപ്പം, മുഖഭാവം, സംസാര രീതി, നടത്തം, ഹെയർ സ്റ്റൈൽ മുതലായത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിന്നെ മെന്റൽ ഡിഫറൻസ്. People differ in intellectual abilities and capacities such as reasoning and thinking power, imagination, creative expression, concentration, etc. People differ in their normal intelligence on the basis of their IQ difference. They are normally classified as idiot, imbecile, moron, border line, very superior and genius. അതായത് യുക്തി, ചിന്താശേഷി, ഭാവന, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആവിഷ്കാരം, ഏകാഗ്രത തുടങ്ങിയ ബൗദ്ധിക കഴിവുകളിലുള്ള വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പിന്നെ അവരുടെ IQ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരുടെ IQ IQ അറിയാച്ചാല് IQ കുറവുള്ള കുട്ടികളെ നമ്മളിപ്പോ എക്സാം എഴുതിക്കാനൊക്കെ വേറെ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ടൊക്കെ എക്സാം എഴുതിക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ അവരുടെ സാധാരണ ബുദ്ധിയില് വ്യത്യാസപ്പെട്ടിരിക്കുന്നവരെ സാധാരണയായി വിഡ്ഢി, മണ്ടൻ, അങ്ങനെയൊക്കെയുള്ള വളരെ ഉയർന്നവൻ, പ്രതിഭ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുള്ളത്. ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. ഞാൻ വായിക്കണോ? ടൈമായോ? ഓഫീസിലാണോ? ഇല്ല, ഇന്ന് പോയില്ല. Difference in motor ability. Individual difference can be observed in motor abilities such as reaction time, steadiness, rate of muscular movement, resistance to tiredness. അതായത് മൂന്നാമത്തെ വെച്ചത് മോട്ടോർ കഴിവിലെ വ്യത്യാസം, പ്രതികരണ സമയം, പ്രതികരണം, സ്ഥിരത, പേശികളുടെ ചലന നിരക്ക്, ക്ഷീണത്തിനെതിരായ പ്രതിരോധം, വ്യക്തിഗത വ്യത്യാസങ്ങൾ അങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും. പിന്നെ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. പീപ്പിൾ വേരി എന്നാണ് അത് vary in their taste and interest. Some show interest in meeting people, functions, and are very interested in group activities. Others feel happy in loneliness and avoid social meeting. The same way, people are found to have different aptitude. Some have mechanical aptitude, scholastic, musical or artistic aptitude. Scholastic എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സംബന്ധമാണ്. അപ്പൊ അവരുടെ ആളുകളുടെ അഭിരുചി, താല്പര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ചിലർ ആളുകളെ കണ്ടുമുട്ടുന്നതിലും അവരുടെ ചടങ്ങുകളിൽ, കൂട്ടായ പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്നു. മറ്റു ചിലർ ഏകാന്തതയിൽ സന്തോഷം അനുഭവിക്കുന്നു. സാമൂഹിക കൂടിച്ചേരലൊക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. ചിലർക്ക് യാന്ത്രികമായ അനുഭൂതി അല്ല അഭിരുചി അങ്ങനെയൊക്കെ ഉള്ളവർക്ക്
അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൊന്നും ആ, ഉണ്ടാവില്ല. ഇങ്ങനത്തെ രീതിയിൽ കേട്ടോ. ഇനി ആരില്ലേ വായിക്കാൻ? നെക്സ്റ്റ് ആര് വായിക്കും? രണ്ടെണ്ണം നിങ്ങൾക്ക് തന്നെ പറയാം. സിമ്പിൾ ആണ്. മുംതാസ് പറഞ്ഞത് കണ്ടില്ലേ? ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ആര് പറയും? സാബിറ? സാബിറില്ലേ? അമ്പിളിയില്ല? ആരുമില്ല? ഞാനുണ്ട്, പക്ഷെ ഇതില് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പറയുന്നുണ്ടോ അമ്പിളി? നെറ്റ്വർക്ക് അതിന്റെ പ്രോബ്ലം അല്ലെ? ഓക്കെ ഓക്കെ. സാബിറ, ഇനി ആരെങ്കിലും? ഹുസീന? അഞ്ജു എം? എല്ലാവരും ജോയിൻ ചെയ്തിട്ട് പോയോ? ഓണാക്കി വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. ആരാ ഉള്ളത്? സജ്ജിത? മിസ് ഞാൻ പറയാം, ഞാനുണ്ടല്ലോ മൈക്ക് ഓൺ ആക്കിയില്ലായിരുന്നു. ആ, ഓക്കെ ഓക്കെ. ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡിൽ എന്ന് പറയുന്നത് ആളുകളുടെ വിശ്വാസങ്ങളിലും അതേപോലെ തന്നെ അവരുടെ ഓപ്ഷൻസിലും അതേപോലെ അവരുടെ ആശയങ്ങളിലൊക്കെ പല ആൾക്കാർക്കും പല ആശയങ്ങളായി പല വ്യത്യസ്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഓരോ ഗ്രൂപ്പുകളോടും വസ്തുക്കളോടും അതേപോലെ തന്നെ രാഷ്ട്രീയവും മതപരമായ അവയോടൊക്കെ പലർക്കും പല വ്യത്യസ്ത മനോഭാവങ്ങളാണ് ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡിൽ പറയുന്നത്. ഇമോഷണൽ ഡിഫറൻസിൽ പറയുന്നത് അത് പറയുന്നത് അതേപോലെ ഇമോഷൻസ് പല വ്യക്തികളും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന പല രീതിയിലായിരിക്കും. ചിലർക്ക് സ്നേഹം, വാത്സല്യം, വിനോദം അങ്ങത്തോടെ അവയോടൊക്കെ ആയിരിക്കും ഇത്. ചിലര് എന്ത് ചെയ്യും, ഇതൊക്കെ മറ്റുള്ളവരിൽ നെഗറ്റീവ് വികാരങ്ങൾ, ചിലർക്ക് നെഗറ്റീവ് വികാരങ്ങളിലോടായിരിക്കും താല്പര്യം. ചിലത് സ്ഥിരമുള്ളതും പക്വതയുള്ളതുമായിരിക്കും. ചിലത് സ്ഥിരമില്ലാത്തതും പക്വത ഇല്ലാത്തതുമായി അൺസ്റ്റേബിൾ ആയിരിക്കും അവരുടേത്. മനസ്സിലായോ? ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, അത് സിമ്പിൾ അല്ലേ ഈ ഭാഗം, അതുകൊണ്ടാണ് മിസ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? മിസ് ഏതെങ്കിലും പോയിന്റ് പറഞ്ഞു തന്നോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് ഫിസിക്കൽ ട്രൈറ്റ്സ് അല്ലെ? ശാരീരികപരമായിട്ട് എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഹൈറ്റ്, വെയിറ്റ്, കളറില്, അതുപോലെ ഹെയർ സ്റ്റൈല്, ഇതൊക്കെ, നോസ്, മൗത്ത്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഫിസിക്കൽ ട്രൈറ്റ്സിൽ. അതുപോലെ മെന്റൽ ഡിഫറൻസ് കേട്ടോ. എന്താണ് ചിലർക്ക് നല്ല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, ചിലർക്ക് കോൺസെൻട്രേഷൻ പവർ ഉണ്ടാവും, ചിലർക്ക് പെട്ടെന്ന് തന്നെ കോൺസെൻട്രേഷൻ പോവാം അല്ലെ, തിങ്കിങ് പവർ ഉണ്ടാവാം, ഇമാജിനേഷൻ, ഇതൊക്കെ ചിലർക്ക് കൂടുതലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഐക്യു എന്താണ്? ഐക്യു ഡിഫറൻസ് ആയിരിക്കും അല്ലെ. PDX എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ഢി, അതുപോലെ തന്നെ ഇംബേഴ്സിൽ എന്ന് പറഞ്ഞാല് നിഷ്കളങ്കൻ. ഇംബേഴ്സിൽ എന്ന് പറഞ്ഞാല് നിഷ്കളങ്കൻ. PDX വിഡ്ഢി, അതുപോലെ നിഷ്കളങ്കൻ. മോറോൺ എന്ന് പറഞ്ഞാല് മൂഢൻ കേട്ടോ, മൂഢൻ. ബോർഡർ ലൈൻ, വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ്. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ IQ ലെവലൊക്കെ ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് വായിക്കാം കേട്ടോ. ഈ 140 എബോവ് IQ ഉള്ള ആളുകളാണ് ജീനിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മള് 140 എബോവ് ഉള്ള ആൾക്കാരെയാണ് നമ്മള് ജീനിയസ് എന്ന് പറയുന്നത്. അതുപോലെ IQ കേട്ടോ, ഇന്റലിജൻസിന്റെ കാര്യമാണ് പറയുന്നത്. 120 മുതൽ 139 വരെയുള്ള ആളുകളെയാണ് വെരി സുപ്പീരിയർ എന്ന് പറയുന്നത്. അതുപോലെ 110 മുതൽ
89 വരെയുള്ള ആളുകളെ സുപ്പീരിയർ എന്ന് പറയുന്നുണ്ട്. 90 മുതൽ 109 വരെയുള്ള ആളുകളെയാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് കേട്ടോ. IQ ലെവലാണേ. കുഴപ്പമില്ല അമ്പിളിക്ക്, കുഴപ്പമില്ല. ഇനി 80 മുതൽ 89 വരെ ഡള്ള് കാറ്റഗറിയിൽ പെടുത്തുന്നു. അതുപോലെ തന്നെ 70 മുതൽ 79 വരെ ബോർഡർ ലൈൻ ആണ്. അതുപോലെ തന്നെ 50 മുതൽ 69 വരെയുള്ളത് മോറോൺ കാറ്റഗറിയാണ്. 25 മുതൽ 49 വരെയുള്ള കാറ്റഗറിയിലാണ് വേഴ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ IQ ബിലോ 25 ലെവലിൽ വരെയുള്ള ആളുകളെയാണ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് പഠിക്കാനെല്ലാം ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇനിയും അതുപോലെ തന്നെ മോട്ടോറിബിലിറ്റി അല്ലെ, ചിലർക്ക് നല്ല രീതിയിലുള്ള മസിൽസ് മൂവ്മെന്റ് ഉണ്ടാവും. ചിലർ എന്ത് കാര്യം ചെയ്താലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരുണ്ടാവും. ചിലര് ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ടയേർഡ് ആവുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡില് നമുക്കറിയാം പലർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ ചിലർക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലർക്ക് ഇഷ്ടമുണ്ടാവും. ചിലർക്ക് എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. എല്ലാവരിൽ നിന്നും മുഴുവനിൽ നിൽക്കാൻ ഇൻട്രോവേർട്ട് ആവാനായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട് കേട്ടോ. ഇനി എന്താ പറയുന്നത്, ആറ്റിറ്റ്യൂഡ് അല്ലെ, മനോഭാവം. ചിലപ്പോ എന്താണ്, ചിലവർക്ക് ചില പൊളിറ്റീഷ്യൻ അതുപോലെ തന്നെ ബിലീഫ്സിന്റെ കാര്യങ്ങൾക്കൊക്കെ അഭിപ്രായം പറയുമ്പോൾ അവരുടേതായിട്ടുള്ള മനോഭാവം അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഡിഫറെന്റ് ഗ്രൂപ്പ്, അതുപോലെ ഒബ്ജക്റ്റിനെ കുറിച്ച് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്കൽ പരമായിട്ടും റിലീജിയസ് പരമായിട്ടും നമ്മൾ ഓരോരുത്തർക്കുമായിട്ടും ഓരോ അഭിപ്രായമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇമോഷണൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചിലവർക്ക് വളരെ ലവബിൾ ആയിരിക്കാം, സ്നേഹിക്കാൻ പറ്റും. ചിലപ്പോ എഫക്ഷൻ, അതുപോലെ തന്നെ തമാശ പറയുന്ന പ്രകൃതങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. ചിലവർ എന്താണ് എപ്പോഴും എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ളവരുണ്ടാവാം. അതുപോലെ തന്നെ മെച്യൂർഡ് അല്ലാത്തവര്, അൺസ്റ്റേബിൾ ആയിട്ടുള്ളവര്. അപ്പൊ അങ്ങനെയുള്ള പല ഇമോഷണൽ ഡിഫറൻസും ഉള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ ഈ പാഠഭാഗം? ഓക്കെ ആണോ? ഇനി നമ്മള് ചൈൽഡ് വെൽഫെയറിന്റെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെയും ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ ആണോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? താങ്ക് യു.